ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് ഒക്കെ എടുത്ത് കാപ്പലാനോ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ എൻട്രിയിലേക്ക് പോവുകയാണ്. ഇത് വാൻകൂവറിൽ നിന്നൊരു അരമണിക്കൂർ ഡ്രൈവാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് വഴിയെ കാണാം. കമോൺ. ഞാൻ 5 to 8 PM ഈവനിങ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ബിക്കോസ് അത് ഡേ ടൈം ടിക്കറ്റ്സിനെക്കാളും ചീപ്പറാണ്. Capilano Suspension Bridge Park is Vancouver's most iconic and thrilling attraction. അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് കാപ്പിലാനോ ബ്രിഡ്ജിന്റെ എൻട്രൻസിൽ കയറി. അപ്പം നമുക്ക് ഒറിജിനൽ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോവാം. അപ്പം നമുക്ക് പോയാലോ? കമോൺ. നമ്മൾ ഇവിടെ കയറി ചെല്ലുമ്പോഴേക്കും തന്നെ കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററിയാണ് ഫുൾ കാണാൻ സാധിക്കുന്നത്. ഈ ബ്രിഡ്ജ് 1889 സ്കോട്ടിഷ് സിവിൽ എഞ്ചിനീയറായ ജോർജ് ഗ്രാൻഡ് മെക്കയാണ് കൺസ്ട്രക്ട് ചെയ്തത് ഇൻ ഓർഡർ ടു ക്രോസ് അക്രോസ് ഹിസ് 6000 acre പ്രോപ്പർട്ടി. So this bridge started to attract tourists. പിന്നെ 1903-ലും 1956-ലും ഈ ബ്രിഡ്ജ് പുതുക്കി പണിതു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ബ്രിഡ്ജ് 1956-ലാണ് അവസാനമായി പുതുക്കി പണിതത്. The name Capilano comes from the First Nations word Kiapelano, which means beautiful river. As we walk, we can see cultural exhibits featuring totem poles and stories that symbolize connection between First Nations and their land. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ അട്രാക്ഷനായ ക്ലിഫ് വാക്കിലേക്ക് നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ക്ലിഫ് വാക്കിൻ്റെ എൻട്രി പോയിന്റിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഇതൊരു 1 way റൂട്ടാണ്. ഇതിലെ കൂടെ ഇറങ്ങി നമ്മൾ തിരിച്ചു വരുന്നത് വേറെ വഴി കൂടെയാണ്. ഈ ക്ലിഫ് വാക്ക് ആക്ച്വലി വെരി സ്കെയറിയാണ് ഗൈസ്. കാരണം നമ്മളൊരു 30 നില ബിൽഡിങ്ങിൻ്റെ മേളിൽ കൂടെ നടക്കുന്ന എഫക്റ്റാണിത്. ഈ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് കാപ്പിലാനോ ബ്രിഡ്ജിൻ്റെ നല്ലൊരു വ്യൂ ലഭ്യമാവും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ ഗൈസ്, ഈ ക്ലിഫ് വാക്ക് വെറും 16 ആങ്കർ പോയിൻറ്റ്സ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര വെയിറ്റ് താങ്ങുമോ എന്ന്. പക്ഷേ പറയപ്പെടുന്നത് ഇറ്റ് ക്യാൻ സപ്പോർട്ട് അപ് ടു 45 tons. പോകുന്ന വഴിക്ക് നമുക്ക് ഈ കുഞ്ഞു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇതിൽ നടക്കുമ്പോൾ നമുക്ക് ഒരു ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും വിത്ത് സ്റ്റണ്ണിങ് വ്യൂസ് ഓഫ് ദ കാനിയോൺ. ക്ലിഫ് വാക്കിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരം നേച്ചർ വാക്കാണ്. ഇവിടെ നമുക്ക് നേച്ചറിനോട് സംബന്ധമായ പല എക്സിബിറ്റ് കാണാൻ സാധിക്കും. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് നോർത്ത് വാൻകൂവറിലും കരഡീസ് ആക്റ്റീവ് ആണെന്ന്. നമ്മൾ എക്സിബിറ്റ് കണ്ട് ക്ലിഫ് വാക്ക് ട്രെയിലിൻ്റെ എൻഡ് പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നത് നമ്മളിപ്പോൾ നടന്നു വന്ന ക്ലിഫ് വാക്കിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇത് കാണുമ്പോൾ വിചാരിക്കുന്നു ഇതെന്തൊരാഴമാണ്, ഇതിലാണോ നമ്മൾ നടന്നു വന്നതെന്ന്. സോ സ്കെയറി. സോ ഗൈസ്, നമ്മൾ ക്ലിഫ് വാക്ക് കഴിഞ്ഞു, അതിന്റെ ട്രെയിൽ കഴിഞ്ഞു. ഹോപ്പ് യു ഓൾ എൻജോയ്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. കമോൺ. സോവനേഴ്സ് ഒക്കെ മേടിക്കാൻ ഇവിടെ ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട് ഗൈസ്. ഇതിനെ കാണാം. BC സ്പെഷ്യൽ കരടി.
അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയ കാപ്പിലാനോ ബ്രിഡ്ജ് കയറാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബ്രിഡ്ജിൽ 2-way ട്രാഫിക്കാണ്. നമ്മൾ പതുക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഷേക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പിടിച്ചാണ് ഇറങ്ങുന്നത്. ഈ ബ്രിഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 140 മീറ്റേഴ്സ് ആണ് ഗൈസ്. മാത്രമല്ല ഹൈറ്റ് 70 മീറ്റേഴ്സ് ഉണ്ട്. ഇത് കാപ്പിലാനോ റിവറിൻ്റെ മേളിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നടന്നു പോകുന്തോറും നമുക്കിതിൻ്റെ ഷേക്കിങ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി മിഡിലെത്തുമ്പോൾ നല്ല രീതിയിൽ ഷേക്കിംഗ് ആയിരിക്കും. നമുക്കപ്പോൾ ബ്രിഡ്ജിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നേച്ചർ റിലേറ്റഡ് ട്രെയിൽസ് കാണാൻ സാധിക്കും. അപ്പം ഏത് ട്രെയിൽസിൽ കൂടെ പോയാലും നമുക്ക് ഈ കാപ്പിലാനോ ബ്രിഡ്ജിൻ്റെ ഈ കാപ്പിലാനോ റിവറിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ വേറൊരു ആക്ടിവിറ്റിയാണ് ട്രീ ടോപ്പ് അഡ്വഞ്ചർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 7 മിനി സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്ട് ചെയ്തേക്കുന്നതാണ്. അതൊരു ലൂപ്പാണ് ഗൈസ്. അപ്പം നമുക്ക് അതിലൂടെ നടന്ന് ഇതൊരു നല്ലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. കാപ്പിലാനോ ബ്രിഡ്ജ് റീജിയനിൽ കാണാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ജീവിയാണ് ഇതാണ് ബനാന സ്ലഗ്സ്. ദേ ആർ ലാർജസ്റ്റ് ഇൻ നോർത്ത് അമേരിക്ക. ഇത് നമ്മൾ ബയോളജി പഠിച്ചതുപോലെ ഡീകമ്പോസേഴ്സ് ആണ്. പറയാതിരിക്കാൻ വയ്യ, ഇവിടെ ഭയങ്കര ഗ്രീനറിയുമാണ്. മാത്രമല്ല ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയുമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ ഗൈസ്, ഈ ബ്രിഡ്ജിന് 75 എലിഫൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ ഹോൾഡ് ദ വെയിറ്റ് ഓഫ് എ ഫുള്ളി ലോഡഡ് 747 എയർക്രാഫ്റ്റ്. ഇന്നത്തെ ഈ അഡ്വഞ്ചറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് അഡ്വഞ്ചർ തന്നെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ ആചാരം മറക്കണ്ട, എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.